ഹേ ഗായ്സ്, നമുക്കിന്നൊരു ഡേറ്റ്സ് ഫെസ്റ്റ് കണ്ടാലോ? നമ്മുടെ ബഹ്റൈനിലെ ഫാമേഴ്സ് മാർക്കറ്റിലാണ് ഡേറ്റ്സ് ഫെസ്റ്റ് നടക്കുന്നത്. ബഹ്റൈനിലുള്ള എല്ലാവരും പോയി കാണണം. ജൂലൈ 30 ടു ഓഗസ്റ്റ് 2 വരെയാണുള്ളത്. നാളെ വരെയാണ് ഡേറ്റ്സ് ഫെസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും പോയി കാണുക. നമ്മുടെ എൻട്രൻസിൽ തന്നെ നല്ല റോ ആയിട്ടുള്ള ഡേറ്റ്സ്, റെഡ് ആൻഡ് യെല്ലോ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻട്രൻസിൽ തന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ലൈവായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബാസ്ക്കറ്റ്സ്, ബാഗ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സ്, ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റോൾസൊക്കെ നോക്കി നടന്നു. ഈ സ്റ്റോളിലുള്ളത് ഡേറ്റ്സ് കൊണ്ടുള്ള ഐസ്ക്രീം, പിന്നെ എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ ഷേപ്പിലൊരു പാം ട്രീ പോലെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ ഡേറ്റ്സൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. പിന്നെ ഇത് കണ്ടോ, ഒരു ഡ്രസ്സിൽ ഡേറ്റ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട്, പിന്നെ എനർജി ബാർ മരത്തെ ഒരു സംഭവം, പിന്നെ കുറേ അവിടെ പ്ലാന്റ്സും ഉണ്ട്. കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നി അവിടെ പ്ലാന്റ്സ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഗ് റോ ആയിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കസ്റ്റാർഡ് ഫ്രൂട്ട്. പിന്നെ അങ്ങനെ വെറൈറ്റി ആയിട്ട് കളറൊക്കെ ചെയ്തിട്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പിക്കിൾ കൗണ്ടർ കണ്ടു. അതിൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അച്ചാറിറ്റ്. അപ്പോൾ ഞാൻ അവിടുത്തെ ലേഡീൻ്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഷയിൽ അച്ചാറെന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ആ ലേഡി പറഞ്ഞു യെസ്, ഞങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി ഓഫ് പിക്കിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡേറ്റ്സ് മേടിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഒരു റോ ആയിട്ടുള്ള ഡേറ്റ്സൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ അവർക്ക് പെയിൻറ്റിങ്ങിനൊക്കെ പറ്റിയ ഏരിയ. അങ്ങനെ ഒരു അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ബഹ്റൈനിലുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്യാം. നാളെ വരെയാണുള്ളത്, ഓഗസ്റ്റ് 2 വരെയാണുള്ളത്. പിന്നെ നമ്മൾ അവിടെ ഡേറ്റ്സ് കൊണ്ട് പല ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം ട്രൈ ചെയ്യാമെന്ന്, റോൾ ഐസ്ക്രീം. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യണേ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇങ്ങനെ റോൾ ചെയ്തെടുക്കണത്. ഐസ്ക്രീം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ ഭയങ്കര ഫാനല്ലാത്ത കാരണം ഒരു 2 സ്പൂൺസൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് കഴിച്ചത്. ഹസ്ബൻഡ് പറഞ്ഞ അടിപൊളി ഐസ്ക്രീം ആണെന്നാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച്